രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സ്ഥാനാർത്ഥി അല്ലമീനോട്. നമുക്ക് ചോദിക്കാം. സന്ദേശ സിനിമയൊക്കെ വന്നിട്ട് പതിറ്റാണ്ടുകളായില്ലേ? ഞാൻ പറയുന്നു ഇവരുടെ കയ്യിലാണ് എല്ലാ അന്വേഷണ ഏജൻസികളും ഉള്ളത്. 12 മാസമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണം അതിനകത്തൊന്ന് തെളിയിക്കാൻ, എനിക്കിതൊരു FIR രജിസ്റ്റർ ചെയ്യാൻ, ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ പോലും കഴിയാതെ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം അവിടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സഹതാപം ഉച്ചം. ഇത് മാത്രമേ ഉള്ളൂ. ഇന്നും ആഘോഷിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ കൂടി അങ്ങോട്ട് എത്തി എന്നുള്ള രീതിയിലാണ് അവർ ആഘോഷിക്കുന്നത്. പക്ഷെ BJP ഒരാൾ പോകുമ്പോൾ അവർക്ക് സങ്കടമാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അത്തരത്തിൽ മറുപടി പറഞ്ഞു രാഹുലിന് വലിയ അല്ലമീൻ വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്. അതിൽമേൽ ഇപ്പോൾ CPIM ഉം BJP യും പിടിച്ചിരിക്കുകയാണ് കൊട്ടിക്കലാശ ദിനത്തിൽ. അല്ല, അതിൽ പ്രതികരണം വന്നു. രാഹുൽ അത് പറഞ്ഞത് ഈ അന്വേഷണ ഏജൻസികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലാണല്ലോ, പിന്നെ എന്തുകൊണ്ട് അവർ അന്വേഷണം പ്രഖ്യാപിച്ച് നടപടിയിലേക്ക് പോകുന്നില്ല? കഴിഞ്ഞ കുറേ നാളുകളായി ആരോപണം ഉന്നയിച്ച് നടക്കുന്നതല്ലാതെ എന്തുകൊണ്ട് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നൊരു മറു ചോദ്യമാണ് രാഹുൽ ചോദിക്കുന്നത്. കാരണം ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദമൊക്കെ ഉയർന്നിട്ട് ഏതാണ്ട് 1 വർഷമാകാൻ പോവുകയാണ്. അന്ന് മുതൽ ഈ ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ നിലനിർത്തുന്നതല്ലാതെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? അങ്ങനെ കേസെടുക്കാനുള്ള വകുപ്പുണ്ടല്ലോ സർക്കാരുകൾ ഉപയോഗിച്ച്. എന്തുകൊണ്ട് കോടതിയിൽ അതിന്റെ പകർപ്പ് മറ്റും സമർപ്പിച്ചെങ്കിലും അതിന്റെ തുടർ നടപടികളിലേക്കൊന്നും പോയിരുന്നില്ല. റിപ്പോർട്ടൊക്കെ കൊടുത്ത് അതിന്റെ ഫോറൻസിക് പരിശോധനയും മറ്റു റിസൾട്ടും ഒക്കെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായും അതിന്റെയൊക്കെ ഒരു ഫലം വരേണ്ടതുണ്ട്. വന്നാൽ തന്നെയും അതിനനുസരിച്ച് ഈ ഏജൻസികളാണ് നടപടി സ്വീകരിക്കേണ്ടത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെയും അക്കൂട്ടത്തിൽ ഒരു FIR ഇട്ടിട്ടില്ല, ആ കേസിൽ ഒരു പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. അത്തരമൊരു നിലയിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ആരോപണം മാത്രം ഉന്നയിക്കുന്നു? നിയമപരമായി എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നൊരു മറു ചോദ്യമാണ് കോൺഗ്രസ് ക്യാമ്പും രാഹുലും ഒക്കെ ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ CPM ഉം BJP യും ഒരേ ആരോപണം ഉന്നയിക്കുമ്പോൾ അവരുടെ നിലപാടുകളും അവരുടെ ഈ വിഷയത്തിലെ ഒരു സ്വരച്ചേർച്ചയും എത്രത്തോളം എന്നുള്ളത് വ്യക്തമാകുമല്ലോ എന്നുകൂടിയാണ് ചോദിക്കുന്നത്. രാഹുൽ ഇപ്പോൾ ഒരു ലോട്ടറി കടയിലാണ് ഇപ്പോൾ വോട്ട് ചോദിച്ചിറങ്ങുന്നത്. രാഹുൽ ലോട്ടറി കടയിൽ വോട്ട് ചോദിച്ചു, ലോട്ടറി അടിക്കുക, വിൻ സ്റ്റാർ ആവും. ഇത് അങ്ങനെ ഒരു ലോട്ടറി എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഉണ്ട്. ഇത് അൺസർട്ടനിറ്റി ഒന്നുമില്ല, സർട്ടൺ ആണ് പാലക്കാട്. ഒരു ലോട്ടറി കടയിൽ വോട്ട് വെച്ചിറങ്ങുകയായിരുന്നു. ലോട്ടറി അടിക്കുമെന്ന് നോക്കുമ്പോൾ ലോട്ടറിക്ക് ഒരു അനിശ്ചിതത്വം ഉണ്ടാവും, കിട്ടുമോയെന്ന് ഉറപ്പില്ലല്ലോ. പക്ഷേ തന്നെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടത്തെ വിജയം അൺസർട്ടനിറ്റി അല്ല, അത് അനിശ്ചിതത്വത്തിലല്ല, അത് ഉറപ്പിച്ച് കഴിഞ്ഞൊരു സാധനമാണ് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സുജയ സ്മൃതി UDF ക്യാമ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ UDFന്റെ റോഡ് ഷോ അല്പസമയത്തിനകം ഈ ഒലവക്കോട് നിന്ന് ആരംഭിക്കും. അതിൽ പിഷാരടിയാണ് അതിൽ മുഖ്യ അതിഥിയായി അല്ലെങ്കിൽ മുഖ്യ താരമായി ഇന്നത്തെ ഒരു സെലിബ്രിറ്റി താരമായി കലാശക്കുട്ടിൽ പ്രവർത്തകർക്ക് ആവേശം പകരുന്നത് UDF ക്യാമ്പിനോടൊപ്പം നമ്മൾ എത്തുകയാണ്. ഈ കലാശക്കൊട്ടൊക്കെ എന്ന ആവേശമായിട്ട് കാണാനായി നമ്മളും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ UDFന് വേണ്ടി വോട്ട് തേടിക്കൊണ്ട് നമ്മളിങ്ങനെ ക്യാമ്പുകൾ മാറി മാറി കറങ്ങണം.